സ്റ്റുഡൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് സെക്കൻഡ് പാർട്ട് പറയാം. നമ്മൾ ഡെയിലി സ്റ്റോറി സെക്കൻഡ് പാർട്ട് ഇടാറില്ലേ? അപ്പോൾ വേഗം പറഞ്ഞു തീർക്കാം. പറഞ്ഞ് അങ്ങനെ നീണ്ടു പോകും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് ഞാൻ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് ഏതാ ഹോസ്പിറ്റലിൽ പറഞ്ഞില്ല. ഷോർട്സ് കാണുന്നവർക്ക് അറിയാം. ലൂർത്ത് ഹോസ്പിറ്റൽ ആണ് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലൂർത്ത് ഹോസ്പിറ്റൽ തളിപ്പറമ്പിലാണ്. അതിൽ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത് ജോജോ ജോർജാണ്. ഡോക്ടറെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഡോക്ടറാണ്. പിന്നെ ഡോക്ടറെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതിൽ നന്ദി കടയിൽ പോകില്ല. അതുകൊണ്ട് പറയാൻ സൂപ്പർ ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്. എന്താ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് ഇതിലേക്ക് കിടക്കാം, കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഫസ്റ്റ് തന്നെ സിസേറിയൻ ചെയ്യുന്ന ദിവസം രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി, പിന്നെ ആ ഒരു മുടിയൊക്കെ രണ്ട് ഭാഗത്ത് പിന്നീടൊക്കെ ചെയ്ത് നമ്മൾ പോവാണ്. 7:30 ആകുമ്പോഴേക്ക് നേഴ്സ് കൂട്ടാൻ വന്ന് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ലേബർ റൂമിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കയറാണ് പോയി. പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ടങ്ങ് കയറിപ്പോയി. എല്ലാവരോടും ഒന്ന് ജസ്റ്റ് ഒന്ന് ടാറ്റൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ കയറിപ്പോയി. എനിക്ക് കിച്ചൂടനോട് ടാറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരോടും ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് കയറാം. അത്ര വരെ സംസാരിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. എന്നാൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലല്ലേ. അപ്പോൾ സമയത്ത് ഞാൻ പിന്നെ ഇവനോട് ടാറ്റ പറഞ്ഞില്ല, അവരോടും ഒമ്മ കൊടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതല്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയ സമയം ഭയങ്കര സങ്കടം. ഇവനെ ഒന്നും കൂടി കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം, നമ്മുടെ സ്നേഹം മുഴുവനായിട്ട് അങ്ങ് പ്രകടിപ്പിക്കണം. കാരണം നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചിന്ത ഉണ്ടാവുമല്ലോ, തിരിച്ച് വരില്ലേ, സിസേറിയൻ ഓപ്പറേഷൻ ചെയ്യാനൊക്കെയാണ്, വലിയ ഓപ്പറേഷൻ ചെയ്യാനൊക്കെയാണ് പോകുന്നത്, തിരിച്ച് വരില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിനുള്ളിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല, ഞാൻ ആരായിരുന്നു. അപ്പോൾ പിന്നെ മോനെ ഒന്നും കൂടി കാണണം, എല്ലാവരും ഒന്നും കൂടി ഒന്ന് കാണണം എന്ന് പിന്നെ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. ഇങ്ങനെ വായിക്കൊണ്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ അതിനുള്ളിൽ കയറി. പിന്നെ അതിൽ ഓരോ സിസ്റ്റർമാർ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. പേരെന്താ, പിന്നെ വീട് എവിടെയാ, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ പിന്നെ ഭർത്താവിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും മരുന്നുമായിട്ട് എന്തെങ്കിലും പിന്നെ പെട്ടാതെ അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ വയസ്സ് ഇത്ര എല്ലാം നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇവന് കിച്ചുവിനാണ് മനസ്സിൽ. പക്ഷേ എന്താ പറയുക, അവരുടെ മുഖത്തേക്കാണ് നോക്കുന്നില്ല, കണ്ണ് നിറഞ്ഞ് വരുന്നുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കരയുന്നത്, എൻ്റെ കണ്ണ് നിറഞ്ഞത് അവർ കാണും. അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ ഒരാളായിട്ട് വന്ന് ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സിസ്റ്റർ പിന്നെ വന്നിട്ട് ഒരു സിസ്റ്റർ വന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് പിന്നെ ടോയ്ലറ്റ് ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരാം, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഫ്രഷൊക്കെ ആയിട്ട് വരാമെന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ബാത്റൂമിലേക്ക് പോകുന്നു. ഈ സംഭവം നമ്മുടെ ഡ്രസ്സില്ലേ, ബ്ലൂ കളർ ഡ്രസ്സ്, അതാണെങ്കിൽ ഊരി വീണോണ്ട് ഒരു ഗൗണും, പിന്നെ ഗൗണല്ല ഒരു ടോപ്പ്, പിന്നെ വേറൊരു മുണ്ടുമാണ്. ഈ മുണ്ടാണെങ്കിൽ ഊരിക്കൊണ്ട് നിൽക്കുന്നില്ല, എനിക്ക് അതിനെ കൊണ്ട് ഇങ്ങനെ അത് എടുത്തിട്ട് നിൽക്കുന്നില്ല, ഭയങ്കര ലൂസായിട്ട് ഉള്ളതാണ്. എടുത്തിട്ട് നിൽക്കുന്നില്ല. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇതൊക്കെ ഒന്ന് ഊരിപ്പോവാണ്. ആ സിസ്റ്റർ പറയണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നമ്മൾ ഊരിച്ചാടണം. നല്ല കൂളായിട്ട് ഇങ്ങനെ പറയണം. ഞാൻ എന്നിട്ട് അറിയാം, സംഭവം അറിയാം, അതൊന്നും ആവശ്യം പിന്നെ അതൊക്കെ ഉണ്ടാവില്ല എന്നറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെ കൂളായിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നി. അതൊന്നും ആവശ്യമില്ലെന്ന്, അതൊക്കെ നമ്മൾ പൂരിച്ചാടുന്നു പറഞ്ഞു. പക്ഷേ നമ്മളത് സമ്മതിക്കുമോ? ഞാൻ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്ന് നല്ല മുറുക്കിലങ്ങ് പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, ദൈവത്തോട് ഒന്നും കൂടി പറഞ്ഞു, യാത്ര പറഞ്ഞോന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. പിന്നെ എനിക്ക് ഡോറ് തുറന്നു, പുറത്തേക്കുള്ള വാതിൽ എനിക്കിങ്ങനെ തുറന്നു. അപ്പോൾ ഏട്ടൻ എവിടെയുണ്ട്, അമ്മ എവിടെയുണ്ട്, കിച്ചോട്ടൻ എവിടെയുണ്ട്. അപ്പോൾ എനിക്ക് അവരൊന്നും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുവരെ കാണാത്തതുപോലെ തന്നെ ഒരു സന്തോഷം. എന്താണെന്നറിയില്ല, കുഞ്ഞു കുട്ടികളുടെ മനസ്സ് പോലെ അത് അവരെ കാണണം എന്നുള്ളൊരു ഇതായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് അങ്ങനെ ഒരു ഫീൽ എന്നുള്ളത്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഇതുവരെ കാണാത്തൊരു ഇതായിരുന്നു. ഏട്ടനെ നോക്കി കുറച്ച് നേരം, അമ്മേനെ നോക്കി കുറച്ച് നേരം. അതുപോലെ കിച്ചുവണ്ണെ ആണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ എടാ വാടാ, എനിക്ക് നിന്നൊന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് വാ. എന്നിട്ട് പോയി കിച്ചുകൂട്ടനെ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ അവനൊന്നും തിരിയുന്നില്ല. അവൻ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങനെ എല്ലാവരുടെ ടാറ്റയൊക്കെ പറഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് പിന്നെ സമാധാനമായിട്ടോ. പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ കുറച്ച് സമാധാനം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, നമ്മളെ ഹീറോ വരുന്നുണ്ട്, നമ്മുടെ ജോജോ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് എന്നോട് വാ മോളെ ഒന്നും വിളിക്കില്ല. പക്ഷേ അവർ ഭയങ്കര വാത്സല്യത്തോടുള്ളൊരു നോട്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ പിന്നെ ഹസ്ബൻഡിനോടായാലും പിന്നെ നമ്മളോടായാലും മറ്റുള്ള പേഷ്യൻറ്റോടൊക്കെ ആയാലും എല്ലാവരോടും ഒരുപോലെ
ഭയങ്കര ഒരു വാത്സല്യത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ് അത്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. കുറച്ച് പ്രായമുള്ള ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടർ വാ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ വരുവാണല്ലോ എന്നുള്ള രീതിയിൽ ഇനി എന്താ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേഴ്സുണ്ട്, പിന്നെ അനസ്തേഷ്യയുടെ ഡോക്ടറുണ്ട്, പിന്നെ വേറൊരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അവർക്ക് എന്താ പറയുന്നത് നമുക്കറിയില്ല. കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അവരും ഉണ്ട്. എല്ലാവരും ഞാനിങ്ങനെ നോക്കി. എൻ്റെ മുഖത്ത് ഭാവങ്ങളൊന്നും മിന്നിമാറുന്നില്ല. ഒറ്റൊരു ഭാവം മാത്രമേ ഉള്ളൂ, ഒരു ഭയമാണ്. പേടിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല, കാരണം അനുഭവം അറിയാം. കിച്ചൂട്ടൻ്റെ എക്സസൈസിനാണ് സംഭവം അറിയാം. പക്ഷെ എന്നാലും എൻ്റെ മുഖത്ത് വേറെ ചിരിയും വരുന്നില്ല. ഡോക്ടർ നമുക്ക് ചിരിക്കുന്നുണ്ട്, അപ്പോൾ ചിരിയും വരുന്നില്ല, സങ്കടം വരുന്നില്ല, ഒരു സ്ഥായി ഭാവം. അങ്ങനെ ഞാൻ അതിനുള്ളിലേക്ക് കയറും. എന്നോട് പറഞ്ഞു ഒരു ബെഡുണ്ട്, നല്ല ഉയരത്തിലുള്ള ബെഡ് ഉണ്ടാവുമല്ലോ, ആ ബെഡിലേക്ക് കയറിയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചൊക്കെ കയറ്റി ഇരുത്തിയിട്ട് എന്നോട് അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇഞ്ചക്ഷൻ വെക്കുകയാണ് കേട്ടോ. ഞാൻ ആയിക്കോട്ടെ ഇഞ്ചക്ഷൻ വെക്കുവാണ്. ചെറിയൊരു വേദന ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാമല്ലോ സംഭവം, ചെറിയ വേദന കുറച്ച് വേദന ഉണ്ടാവും, പക്ഷെ ഞാൻ അതും സഹിക്കാൻ തയ്യാറാണ്. അതെനിക്ക് ആ വേദന എനിക്ക് അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമായാലും. അപ്പോൾ ഇവരിങ്ങനെ നന്നായിട്ട് കുണിച്ച് നിർത്തിയിട്ട് നമ്മളെ നട്ടലിന് റബ്ബ് ചെയ്ത് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് അവിടെ ഇഞ്ചക്ഷൻ വെക്കുവാണ്. വേദന ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത്ര സഹിക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. എന്നാലും ഞാനത് സഹിക്കും, പ്രശ്നമില്ല, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേഗം ഒന്ന് പിന്നെ എന്താ പറയുക, ഒരു പ്രശ്നമില്ലാതെ അങ്ങ് തീർന്നിട്ട് കിട്ടിയാൽ മതി, ഞാനത് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിവർന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഡോക്ടർ എന്താ ചെയ്യുന്നത്, ഡോക്ടർ ഒരു കയ്യിൽ നമ്മൾ കത്തിരിക്കും, ഇപ്പുറത്തെ കയ്യിൽ ഒരു പാത്രത്തിൽ എന്തോ അവരുടെ മരുന്നും ജെല്ലും കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ അനസ്തേഷ്യ ചെയ്തിട്ട് ഇവിടെ മയങ്ങിയിട്ട് വേണം എനിക്ക് അവളിൽ പണിയാന്നുള്ള രീതിയിൽ, അവളെ കീഴ് മുറിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ ഇതും ഒരു തോക്കും എടുത്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഞാനിതിന് വേണ്ടിയിട്ട് അന്തം വിട്ടു. എന്നാലും ഞാൻ മയങ്ങി കഴിഞ്ഞിട്ട് ഈ കത്തിരിയും കത്തിയൊക്കെ എടുത്തിട്ടൊക്കെ വന്നാൽ പോരെ, എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന വിധത്തിൽ ഡോക്ടർ റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ മയങ്ങിയിട്ട് വേണം ചെയ്യാന്നുള്ള രീതിയിൽ ഡോക്ടർ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആയി. അപ്പോൾ എന്നെ പിടിച്ച് കിടത്തി ഇഞ്ചക്ഷൻ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പിടിച്ച് കിടത്തിയിട്ട് ഇവിടെ രണ്ട് സൈഡിലും നമ്മളെ എന്താ പറയുക ഒട്ടിക്കും ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ കിടത്തിയിട്ട് മുഖത്തൊക്കെ കണ്ണൊക്കെ മൂടിക്കെട്ടി ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കീറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ വരും. അപ്പോൾ തന്നെ ഞാൻ സൗണ്ടാക്കി എന്ന് വെച്ചാൽ അധികം സൗണ്ടാക്കിയില്ല. പെട്ടെന്ന് ഞാനൊന്ന് അനങ്ങി നാട്ടിയിട്ട് അനങ്ങി. അപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഇവർക്ക് പറിച്ചെടുത്ത് പിന്നെ നമ്മുടെ ഡോക്ടർ ചോദിച്ചു നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ വിചാരം ഞാൻ മയങ്ങി എന്നാണ്. നീ അറിയുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നുണ്ട്, പിന്നെ ഒരു കുലുക്കൊന്നും എനിക്കില്ലേ, ഒരു മയക്കൊന്നും എനിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു മയക്കും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു വലത്തേക്കാല് വെക്കാം, കൂളായിട്ട് വലത്തേക്കാല് വെക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ര വെക്കണ്ട, കുറച്ച് വെക്കാൻ മതി, വലത്തേക്കാല് വെക്കും. ഞാൻ വലത്തേക്കാല് വെക്കും, ഇടത്തേക്കാല് വെക്കും എന്ന് പറഞ്ഞു. ഇടത്തേക്കാലും വെക്കും. ഒരു പ്രശ്നം എനിക്കില്ല, ഞാൻ രണ്ടും കൂളായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു തരിപ്പോ ഒന്നുമില്ല എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്നോട് അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയൊരു ഡോസും കൂടി വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. പറയാണ്ടെങ്കിൽ പിന്നെ അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എല്ലാവരും പറയും അത് ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് ഭാവിയിൽ നടുവേദന ഇതും അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇനി ഒന്നും കൂടി വെക്കുവാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാവില്ല. ഞാൻ എന്നിട്ട് ആന്നുമില്ല വേണ്ടാന്നുമില്ല ഒരു രീതിയിൽ ഇങ്ങനെ നിന്നു. പിന്നെ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഓക്കെ എന്ന രീതിയിൽ അത് ഇഞ്ചക്ഷൻ വെച്ചു. അതും വെച്ചു. ആ വേദന ഞാൻ സഹിച്ചു. ആ വേദന സഹിച്ച് പെട്ടെന്ന് തന്നെ പിടിച്ച് കിടത്തി രണ്ട് കൈയും ഇവിടെ സ്റ്റക്കാക്കി. പിന്നെ കണ്ണിന് മാസ്കൊക്കെ ഇട്ട് മുഖത്ത് മാസ്കൊക്കെ ഇട്ട് ഒക്കെ ശരിയാക്കി. പിന്നെ നമ്മുടെ ഡോക്ടർ വന്നിട്ട് പിന്നെ ഇങ്ങനെ വരയാൻ പോവാണ്. അപ്പോഴും ഞാൻ നോക്കി വേദനയുണ്ട്, ചെറിയൊരു വേദനയുണ്ട്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ പിന്നെ ഇവർ ഇത് കീറി മുറിക്കില്ല. അവരറിയുന്നില്ലല്ലോ എനിക്ക് മയക്കം വന്നില്ല ഒന്നുമില്ലത് അവരറിയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ ഇതൊക്കെ പെട്ടെന്ന് പിടിച്ചു വച്ച് ഡോക്ടർ പിന്നെയും തലയിട്ട് നോക്കിയിട്ട് നിനക്ക് ഇനിയും ഒന്നും ആയിട്ടില്ലേ, നിനക്ക് ഇനിയും എഫക്റ്റ് ഒന്നും വന്നു, നീ ഇനിയും മയങ്ങിയിട്ടില്ലേ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്കൊരു മയക്കും ഇല്ല, എനിക്കൊരു തരിപ്പും ഇല്ല എന്ന് പറഞ്ഞു. രണ്ടു വലത്തേക്കാലും നോക്കി ഇടത്തേക്കാലും നോക്കി എനിക്കൊരു മാറ്റവും ഇല്ല, എനിക്ക് ഒരു ഇതുമില്ല.
തരിപ്പും വന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർമാരൊക്കെ മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. അനസ്തേഷ്യയുടെ ഡോക്ടർ എന്നെ നിസ്സഹായ അവസ്ഥ നോക്കി. നീ എൻ്റെ ജീവിയാ, ഇതെന്തൊരു ജീവിയാ, അത് 2 ഇഞ്ചക്ഷൻ വെച്ചിട്ടു മയക്കുമില്ല, ഇതെന്തൊരു ജീവിയാ എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കാൻ നോക്കി. അപ്പോൾ ഞാൻ തിരിച്ചു നോക്കി. എൻ്റെ ഡോക്ടറെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, മയങ്ങാതെ എൻ്റെ കുറ്റല്ല എന്നുള്ള രീതിയിൽ ഞാനും അങ്ങോട്ട് നോക്കി. ഇപ്പോൾ ഡോക്ടർക്ക് തന്നെ എന്തോ വിഷമായി, ഇതെന്താ മയങ്ങാതെ എന്ന രീതിയിലേക്ക് ആയി. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് 2 ഡോക്ടർമാരൊക്കെ മുഖത്തോട് മുഖം നോക്കി അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിരുന്ന വിചാരം, പക്ഷേ എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് വേറൊരു പണി കൊടുക്കാമെന്നാണ് അവർ വെച്ച് പറയുന്നത്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു എന്നാൽ പിന്നെ പിന്നെയും പിടിച്ച് കിടത്തിയിട്ട് വലിയൊരു സംഭവം മാസ്ക് ഇങ്ങനെ വെക്കുന്ന മാസ്കില്ലേ, നമ്മുടെ ഓക്സിജൻ മാസ്ക്, അത് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് ശക്തിയിൽ ശ്വാസം വലിക്കാൻ പറഞ്ഞു. ഞാൻ ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറ്റം കൊണ്ട് ഒന്നും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ശക്തിയിൽ അങ്ങ് ശ്വാസം വലിച്ചു. പറഞ്ഞല്ലോ, ഇനി എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുകൊണ്ട് പിന്നെ ഞാൻ മയങ്ങാതിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ശക്തിയായിട്ട് വലിച്ചു. അപ്പോൾ നമ്മൾ ശ്വാസം ശക്തിയായിട്ട് വലിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒരു സാധനമുണ്ട്, ബലൂൺ പോലത്തെ സാധനം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു മണ്ണാങ്കട്ടി അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സാധനം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അവർ പിന്നെ എന്താ പറയുക, ബലൂൺ പോലത്തെ സാധനം അതിങ്ങനെ വികസിക്കും, ഇതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിട്ട് സൈറ്റിൽ അടിച്ചു നോക്കി. ജനറൽ അനസ്തേഷ്യ എന്നാണ്, അത്ര മണ്ടിയല്ല, എന്നാലും കുറച്ചൊക്കെ എനിക്കറിയാം ജനറൽ അനസ്തേഷ്യ എന്നാണ് തോന്നുന്നത് പറയാം. മറ്റുള്ളത് സ്പൈനൽ, നമ്മുടെ നട്ടലിന് വെക്കുന്നത് സ്പൈനൽ അനസ്തേഷ്യ എന്ന്, മറ്റേത് ജനറൽ അനസ്തേഷ്യ എന്ന് ഞാൻ മനസ്സിലാക്കി. എന്തായാലും നമുക്ക് സംഭവം എന്നോട് ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യല്ലോ, എനിക്ക് എന്ത് അനസ്തേഷ്യയാണ് തന്നത്, എനിക്ക് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ മയങ്ങാത്തതെന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ കിട്ടിയ ഒരു ആൻസറാണ് സംഭവം ഇതാണെന്ന്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്തു തന്നതെന്നുള്ളത് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ശരിക്കും. അയ്യോ, എന്തൊക്കെയോ സാധനം ഇതിലൊക്കെ കുത്തിക്കയറ്റി പിന്നെ മാസമൊക്കെ വെച്ച് അങ്ങനെയാണ് ഞാൻ മയങ്ങിയത്. അങ്ങനെ മയക്കൊക്കെ കഴിഞ്ഞ് കിച്ചൂട്ടൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം അറിയുന്നുണ്ട്. കാരണം സ്പൈനൽ ഇവിടെ നട്ടലിൽ വെച്ചിട്ടുള്ള ആ ഇഞ്ചക്ഷൻ കൊണ്ടുള്ള മയക്കാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇവൻ കരയുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഡോക്ടറോട് പറഞ്ഞു, ശരണി ആൺകുട്ടിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്ക് തന്നെ മുഖത്തേക്ക് എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനെ എടുത്ത് വെച്ചത്. പിന്നെ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ ഞാൻ റൂമൊക്കെ കൊടുത്തിട്ടാണ് പിന്നെയാണ് ഞാൻ നല്ല മയക്കത്തിലേക്ക് അങ്ങ് പോയത്. പക്ഷേ ഇവളത് അങ്ങനെയല്ല. ഞാൻ മയങ്ങി കഴിഞ്ഞ് പിന്നെ ഞാൻ ബോധം തെളിഞ്ഞ് നോക്കുമ്പോഴേക്ക് കാണുന്നത് പിന്നെ ഞാൻ വേറെ ഒബ്സർവേഷൻ റൂമിലാണ്. ഒബ്സർവേഷൻ റൂമിൽ നിന്ന് ഞാൻ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന് തോന്നുന്നു. കാരണം അതുവരെയുള്ള സംഭവം എനിക്കറിയില്ല. ഉച്ചയ്ക്ക് പിന്നെ നഴ്സുമാർ ഫുഡ് കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ സമയത്ത് പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിൽ തന്നെ സിസ്റ്റർ എനിക്ക് പക്ഷേ എനിക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് സൗണ്ടില്ല ഈ ശ്വാസം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ശ്വാസം പിടിച്ച് വലിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള അനസ്തേഷ്യ ആയതുകൊണ്ടാണ് നിനക്ക് സൗണ്ട് ഇല്ലാത്തത്, ചെറിയൊരു തൊണ്ടവേദന ഉള്ളത്, അത് ശരിയായിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് അത് പിന്നെ ശേഷമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് സിസ്റ്ററിനെ വിളിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ബാക്കി എല്ലാവരും അറിഞ്ഞായിരിക്കും പിന്നെ കുട്ടി എന്താണ്, പെണ്ണാണോ ആണാണോ എന്നുള്ളത് കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസിൻ്റെ കുഴപ്പമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ പൊതുവേ. പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ വിളിച്ച് പറയുക, പിന്നെ അപ്പോഴേക്കും എല്ലാവരും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ എൻ്റെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടി എന്താണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ മയക്കത്തിലാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് സിസ്റ്ററിനോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ സിസ്റ്ററാണെങ്കിൽ കുറച്ച് ദൂരെയാണ്, അവിടെ നിന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ സൗണ്ടും വരുന്നില്ല. ഞാൻ ആ നാക്കുന്നുണ്ട്, പക്ഷേ സിസ്റ്റർ കേൾക്കുന്നുമില്ല. പിന്നെ വേറെ ആരും എടുത്തില്ല. ആ റൂമിൽ ഒബ്സർവേഷൻ റൂമിൽ ഞാനും സിസ്റ്റർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, വേറെ പേഷ്യൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുട്ടി എന്താണെന്ന് എനിക്ക് അറിയാൻ ഇങ്ങനെ തത്രപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുവാണ്, എനിക്ക് വേണ്ടി വന്നതുപോലെ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അതിൽ ശാലിനിയുടെ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് അപ്പോൾ കിട്ടിയ ഒരു സന്തോഷം. കാരണം ആദ്യത്തേത് മോനായതുകൊണ്ട്, രണ്ടാമത്തേത് ഗേളായിട്ട് പിന്നെ ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നു. വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചിരുന്നു വെച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം എനിക്ക് വിഷമമാവുന്നതുകൊണ്ട്, അഥവാ രണ്ടാമത് പോയി ഗേൾ കിട്ടിയല്ലോ എന്നതിൻ്റെ വിഷമം വരുന്നുണ്ട്. ഞാൻ അത്ര മനസ്സ് കൊടുത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് എനിക്കൊരു പെൺകുട്ടി തന്നെ കിട്ടുന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ആ സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കറിയാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പോഴാണ് ഏട്ടൻ പിന്നെ വരുന്നത്. എന്തോ ആവശ്യത്തിന് ഏട്ടനെ വിളിച്ചപ്പോൾ
പിന്നെ ചോദിക്കുന്നുണ്ട്, ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ ശാലിനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായി വേറെ കുഴപ്പം, അവിടെ വേറെ കുഴപ്പം, കുട്ടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് സൗണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവരുടെ ആ ഒരു ആഹ്ലാദം. പെൺകുട്ടിയെ ഏട്ടനും വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ വേണമെന്നുള്ളത്. അപ്പോൾ ആ പെൺകുട്ടിയെ കിട്ടിയിട്ടുള്ള ഒരു ആ സന്തോഷമൊക്കെ അമ്മ പറഞ്ഞിട്ടിപ്പിച്ചു. പ്രസവിച്ച് കഴിഞ്ഞ പാടെ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ളൊരു അറിവുണ്ട്. കാരണം ഞാൻ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതും എനിക്ക് മനസ്സിലായി, ആ സൗണ്ടിൽ എനിക്ക് മനസ്സിലായി ആൾ ഓക്കെയാണ്, കുട്ടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, പുറത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് ആ സൗണ്ടിൽ മനസ്സിലായി. പിന്നെ എനിക്ക് വേണ്ടത് കുട്ടീനെ പെട്ടെന്ന് കാണണം. കുട്ടീനെ ഞാൻ കണ്ടില്ലല്ലോ, ബാക്കി എല്ലാവരും കണ്ടത് ഞാൻ കണ്ടില്ല, എനിക്ക് കാണണമായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട്, സിസ്റ്റർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് മോളെ കുട്ടീനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞു പിന്നെ മോളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കാണണമായിരുന്നു, ആ ഫീഡ് ചെയ്യാൻ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ മോളെ എനിക്ക് അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട്, കുട്ടി NSUലാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ കുട്ടീനെ കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് തരികയാണ്. എനിക്ക് വേണ്ട മോളെ ഞാൻ ആദ്യമായിട്ടപ്പോൾ ആ ഒരു ഫീൽ അത് എല്ലാവർക്കും പറഞ്ഞറിയിക്കേണ്ടായിരുന്നു. ഈ കാണുന്ന എല്ലാ അമ്മമാർക്കും ആ ഒരു ഫീല് അറിയാം എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് സിസേറിയൻ കഴിഞ്ഞവർക്ക് ഒരു വല്ലാത്തൊരു പ്രത്യേകിച്ചൊരു ഫീലിംഗ്. കാരണം ബാക്കി എല്ലാവരും കണ്ടു, ബാക്കി എല്ലാവരും അറിഞ്ഞു, പിന്നെ എല്ലാം ചെയ്തിട്ടായിരിക്കും അമ്മ കാണുന്നത്. പാല് കൊടുക്കാൻ പറ്റുന്നില്ല, ഇത്രയും മണിക്കൂർ അവർ ഒബ്സർവേഷനിൽ നിൽക്കണം. എനിക്ക് ഇങ്ങനെയൊരു അനസ്തേഷ്യ ആയതുകൊണ്ട് എനിക്ക് കുറച്ചധികം 2 മണിക്കൂർ എക്സ്ട്രാ എനിക്ക് പിന്നെ ഒബ്സർവേഷനിൽ നിൽക്കണം. ഒബ്സർവേഷൻ മയക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും അധികം മണിക്കൂർ എനിക്ക് കുഞ്ഞിനെ കാണാനും പറ്റിയില്ല, കുഞ്ഞിനെ തൊടാൻ പറ്റിയില്ല. എന്ത് കുട്ടിയാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ആ ഒരു നിമിഷം എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു. പിന്നെയാണ് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനൊക്കെ പാല് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പാല് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സിസ്റ്റർ എങ്ങനെയൊക്കെ പിടിച്ചിട്ട് തരുന്നുണ്ട്. ഇവളെങ്ങനെയും കുടിക്കുന്നില്ല, ഇവൾക്ക് ഭയങ്കര ഉറക്കം, ഇവൾക്ക് വേണ്ട പാല് വേണ്ട. അപ്പോൾ NSUന്ന് ഇത് പൊടി കലക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ എന്താണെന്ന് അറിയില്ല, കുട്ടികൾ ജനിച്ചപാട് അങ്ങനെയാണല്ലോ, ഭയങ്കര ഉറക്കമായിരിക്കും. തട്ടി മുട്ടിയൊക്കെ വിളിച്ചായിട്ടും അവൾ കുടിക്കുന്നില്ല. സിസ്റ്റർ പരമാവധി നോക്കി വിളിക്കുന്നുണ്ട്, എടി പെണ്ണെ എഴുന്നേൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ അനങ്ങുന്നില്ല. പിന്നെ അവൾ അധികം താക്കാൻ നിന്നില്ല, പിന്നെ അവൾ കൊടുക്കുകയാണ് ചെയ്ത്. ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്കിനി റൂമിലേക്ക് പോകാൻ പറ്റില്ല ഇപ്പോഴേ. പറഞ്ഞു ഇല്ല, ഒരു 6 മണിയെങ്കിലും ആവണം, എനിക്ക് എക്സ്ട്രാ സമയം വേണം, അതുകൊണ്ട് ഇപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടത്തേക്ക് തന്നെ ചായക്ക് കൊണ്ടുവന്നു. അവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ റൂമിലേക്ക് പോയത്. റൂമിലേക്ക് പോയപ്പോൾ എനിക്ക് കുട്ടീനെ പിന്നെ എനിക്ക് കിട്ടിയല്ലോ, അടുത്ത് തന്നെ കിട്ടി. പിന്നെ അവളെ കൊതുകിൽ തന്നെ വരെ നോക്കിക്കൊണ്ടും എന്താ പറയുക. അപ്പോൾ എന്നെപ്പോലെ തന്നെ എനിക്ക് തോന്നി, എന്താ പറയുക, അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പെൺകുട്ടി തന്നെ കിട്ടുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ഞാൻ പേര് പെൺകുട്ടികളുടെ പേരും ആൺകുട്ടികളുടെ പേരും നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ പെൺകുട്ടികളുടെ പേര് മാത്രമേ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ആൺകുട്ടികളുടെ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. വേണ്ട, ആൺകുട്ടികളുടെ പേര് പിന്നെ കണ്ടുപിടിക്കാൻ, വേണ്ട പെൺകുട്ടികളത് മതി എന്നുള്ള രീതിയിൽ ഒറ്റപ്പെടുത്തായിരുന്നു. ഞാൻ ഏട്ടനോട് ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ പേരിടാന്ന് പറഞ്ഞു. ഏട്ടൻ ആദ്യം പറഞ്ഞു പിന്നെ എന്നാക്കി. പിന്നെ ഞാൻ ശരിക്കും നിങ്ങൾ പറയാം നല്ല പേരല്ലേ, നമുക്ക് ഈ പേരിടാൻ പോലെ. ആ ഏട്ടന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ പേര് തന്നെ നമ്മൾ ഫിക്സാക്കി, ആ പേര് തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചതാണ്. എന്നിട്ട് ഞാൻ ചിലപ്പോൾ വരുന്നു പേരൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കിയിട്ട് ആൺകുട്ടിയായി പോവും എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും. പക്ഷെ എന്നിട്ടും ഞാൻ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് പേര് കണ്ടുപിടിച്ചില്ല. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ പെൺകുട്ടി തന്നെ കിട്ടുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയും, പ്രഗ്നൻ്റ് ആയപ്പോൾ എല്ലാവരും പറയും വയറ് നോക്കിയിട്ട് ആണോ പെണ്ണോ എന്ന് പറയും, നമ്മുടെ കഴുത്തിലുള്ള കറുപ്പ് നോക്കിയിട്ടാണോ പെണ്ണെന്ന് പറയും, പിന്നെ പ്രഗ്നൻ്റ് ആയ ലേഡീനെ നോക്കിയിട്ടാണോ പെണ്ണോ എന്ന് പറയും, നമ്മുടെ അനക്കം നോക്കിയിട്ട് ആണോ പെണ്ണോ എന്ന് പറയും. അങ്ങനെ സകല നമ്മുടെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് ആണോ പെണ്ണോ എന്ന് പറഞ്ഞിട്ട് ഗസ് ചെയ്യും. അത് പക്ക തെറ്റാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം എല്ലാവരും പറഞ്ഞത് ഇത് ആൺകുട്ടി തന്നെയാണ്. കാരണം കഴുത്തിന് കറുപ്പുണ്ട്, ഞാൻ നന്നായിട്ട് കോലം കെട്ടിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഞാനും ശരിക്കും ആണ് തന്നെയാണ് വിചാരിച്ചത്. കാരണം എല്ലാവരും പറഞ്ഞത് ശരിയാണ്, പിന്നെ നന്നായിട്ട് കോലം കെട്ടുമെന്ന് പറഞ്ഞു, പിന്നെ കഴുത്തിന് കറുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ആണ് തന്നെയാണോ ഇനി പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് കിട്ടിയത് പെണ്ണാണ്. അപ്പോൾ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അമ്പടാ നീ കലക്കിയല്ലോ എന്ന് എന്നോട് ഫ്രണ്ട്സ് പറഞ്ഞു.
നീ കലക്കിയല്ലോ, നീ എല്ലാവരും പറ്റിച്ചല്ലോ, എല്ലാവരും ആൺകുട്ടിയാണെന്നല്ലേ വിചാരിച്ചത്. എന്നിട്ട് പറഞ്ഞു എടാ നീ കലക്കിയല്ലോ, നീ പെൺകുട്ടീനെ തന്നെ ആക്കിയല്ലോ, പിന്നെ പെൺകുട്ടീനെ എനിക്ക് കിട്ടിയല്ലോ പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എങ്ങനെ വന്നു, എന്താ സംഭവിച്ചതെന്നും അറിയില്ല. എന്തായാലും ഇത്രയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി ആയിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചാൽ വലിയ വമ്പൻ ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, ഓരോരാൾക്കും അവരുടെ സംഭവം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കിട്ടാത്ത